മണികൾ മുഴങ്ങിടുമേ സമയമിതാ, തിരികൾ തെളിഞ്ഞിടുമേ നിമിഷമിതാ. അണയാം ബലിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായി അർപ്പിക്കാം ഈ ദിവ്യബലി. അണയൂ പ്രിയസുതരേ, ഉണരൂ പ്രിയജനമേ, അണയൂ പ്രിയസുതരേ, ഉണരൂ പ്രിയജനമേ. സമയം ആഗതമാ, നാഥനെ വരവേൽക്കാൻ. സമയം ആഗതമാ, നാഥനെ വരവേൽക്കാൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ തിരുക്കുമാരനെ ലോകത്തിലേക്ക് അയച്ച ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച വിശുദ്ധ യൗസേപ്പിനോട് ചേർന്ന് വിശുദ്ധിയോടെ ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരം സ്തുതിനുമെന്നെന്നും. അനവദ്യൻ മമനാദാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തുനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യായുടെ പുസ്തകത്തിലുള്ള വായന 41 അധ്യായം 8 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവാശനുവദിക്കണം. തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെ നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലരെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിൻ്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയും, കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദൈവമായ കർത്താവിനെ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നീതിയെഴും യൗസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നീതിയെഴും യോസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റോഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നീതിയെഴും യോസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നീതിയെഴും യോസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു ആശ്രദിക്കും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ പോരാടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. വാദമുഖങ്ങളും ദൈവത്തിൻ്റെ അറിവിനെതിരെയുള്ള ഔദ്യത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളും ഞങ്ങൾ തകർക്കുകയും മിശിഹായെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പൂർണ്ണമായ ശേഷം എല്ലാ അനുസരണക്കേടിനെയും ശിക്ഷിക്കാൻ ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് നോക്കുക. ആരെങ്കിലും താൻ മിശിഹായ്ക്കുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ മിശിഹായ്ക്കുള്ളവനായിരിക്കുന്നത് പോലെ ഞങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി ഞാൻ കാണപ്പെടരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം ദുർബലവും ഭാഷണം നിന്ദനീയവുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ വാക്കിലെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവൃത്തിയിലും എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, പാടാമൊന്നായി. ഹല്ലേലൂയാ, 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 പാടാമൊന്നായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരു വസിക്കും കർത്താവേ നിൻ പാവനഗിരിയിൽ കൂടാരത്തിൽ. കപടത എന്നെ ജീവിപ്പോനും നീതിയെ മാത്രം തേടുന്നോനും ഹൃദയേ നിതരാം നേരുള്ളോനും നാവാൽ വഞ്ചന ചെയ്യാത്തവനും താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയാ, പാടുമൊന്നായി. ഹല്ലേലൂയാ, 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 പാടാമൊന്നായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും യൗസേപ്പും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യൗസേപ്പ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഈശോ എന്ന പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്.
യൗസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ ഈശോ എന്ന് അവനെ പേര് വിളിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗോള സഭ ഇന്ന് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരിക്കുകയാണ്. യൗസേപ്പ് നാമധാരികളായ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. 1870 ഡിസംബർ മാസം 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷികത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനം 2020 ഡിസംബർ മാസം 8-ാം തീയതി പുറപ്പെടുവിക്കുകയുണ്ടായി. അതോടനുബന്ധിച്ച് യൗസേപ്പിതാവിൻ്റെ വർഷവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വർഷത്തെ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷങ്ങൾക്ക് വലിയ പ്രസക്തിയും അർത്ഥവും തിരുസഭ കൽപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ പിതൃഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക തിരുവെഴുത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ 7 സവിശേഷമായ ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിലേഴാമത്തെ ഗുണമായി ചിത്രീകരിച്ചിരിക്കുന്നത് നിഴലുകളിൽ ജീവിച്ച പിതാവ് എന്നുള്ളതാണ്. സ്വർഗീയ പിതാവിൻ്റെ നിഴലായി തിരുക്കുടുംബത്തിൽ തൻ്റെ ഭാര്യയായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഉണ്ണിയേശുവിനോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരുടെ നിഴലായി ജീവിക്കുന്ന, പിതാവിൻ്റെ നിഴലായി ജീവിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ചിത്രം ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ കുടുംബത്തിലും ആവശ്യമായിരിക്കുന്ന ഒരു ഗുണമായി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പിതാക്കന്മാർ ജനിക്കുകയല്ല, സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ പിതാവാകുന്നത് ഒരു കുട്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമല്ല, മറിച്ച് ആ കുട്ടിയെ പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടുകൂടി ഏറ്റെടുത്തു കഴിയുമ്പോഴാണ് ഒരു പിതാവ് എന്ന നാമത്തിന് കൂടുതൽ അർഹനാവുന്നത്. ഇന്നത്തെ സഭയ്ക്ക്, ഇന്നത്തെ കുടുംബങ്ങൾക്ക് നല്ല പിതാക്കന്മാരെ ആവശ്യമുണ്ട്. യൗസേപ്പിതാവിനെ പോലെയുള്ള കുടുംബനാഥന്മാരെ സഭയ്ക്കും കുടുംബത്തിനും ഇന്ന് ആവശ്യമായിരിക്കുന്നു. പിതാക്കന്മാർ എന്നത് കേവലം ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് തനിക്ക് ദൈവം നൽകിയ, തുണയായി നൽകിയ ഭാര്യയെയും സമാനമായി നൽകുന്ന മക്കളെയും തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും അവരെ സംരക്ഷിക്കുക, അവർക്ക് ജീവിതത്തിൽ നൽകേണ്ടതൊക്കെ നൽകുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. കുടുംബത്തിൽ നല്ല മാതൃകാപുരുഷനായിത്തീരുക, നല്ലൊരു അധ്യാപകനെ പോലെ ജീവിക്കുക. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന
യുവദൈവാക്കന്മാർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ലൊരു സുഹൃത്തായി തൻ്റെ കുടുംബത്തിലൊരു പിതാവായിരിക്കുക, സർവോപരി വിശ്വാസത്തിൽ റോൾ മോഡലായിത്തീരുക. എല്ലാ ഭർത്താക്കന്മാരെയും എല്ലാ അപ്പന്മാരെയും ഈ തിരുനാൾ ഈ ഒരു ഗുണവിശേഷങ്ങളോടുകൂടി ആയിരിക്കുന്നവരാവാൻ നിർബന്ധിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. 1996 അമേരിക്കയിലെ എഴുത്തുകാരനായ ഡേവിഡ് ബ്ലാക്കൻഹോൺ എഴുതിയ പ്രചാരം നേടിയ ഒരു പുസ്തകമാണ് ദ ഫാദർലെസ് അമേരിക്ക, പിതാക്കന്മാരില്ലാത്ത അമേരിക്ക. അന്നത്തെ സാമൂഹിക പൊതുസമൂഹത്തിൽ കണ്ടുവന്നിരുന്ന പ്രവണതകളെ വിലയിരുത്തിക്കൊണ്ട് സമൂഹത്തിൽ വന്നുകൊണ്ടിരുന്ന മാറ്റങ്ങളെ ഈ എഴുത്തുകാരൻ ഡേവിഡ് ബ്ലാക്കൻഹോൺ വിശദീകരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, വിവാഹമോചനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുകയും അപ്പൻ ആരാണെന്നറിയാതെ മക്കൾ വളരുകയും ഭാര്യമാർ മാത്രം മക്കളെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയിൽ വളരെ പ്രതികൂലമായ അവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന വളർച്ചയുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ, ലൈംഗികമായിട്ടുള്ള ദുരുപയോഗം, വൈകൃതങ്ങൾ, കൗമാരക്കാരുടെ ഇടയിലെ ഗർഭധാരണം, ഗാർഹിക പീഡനം, മദ്യപാനം മുതലായ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വ്യാപിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്നായി അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഫാദർലെസ് അമേരിക്ക എന്നാണ്. പിതാക്കന്മാർ ഇല്ലാത്ത ഒരവസ്ഥ, പിതാക്കന്മാരില്ലാതെ പോകുന്ന കുടുംബങ്ങൾ. ഇതൊരു പക്ഷേ നമ്മുടെ രാജ്യത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള പ്രവണതകൾ നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും സാവധാനം കടന്നു വരുന്നില്ലേ? ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന ചില പ്രവണതകൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ മാതൃകയാകേണ്ട ചില പിതാക്കന്മാരെങ്കിലും കുടുംബപരമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു, അലസരായിട്ട് പോകുന്നു, ഭാര്യമാരെ അംഗീകരിക്കാതിരിക്കുന്നു, മക്കളുടെയും മാതാപിതാക്കളുടെയും ഭാര്യമാരുടെയും അവർക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്നു, സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെയും കുടുംബത്തിൻ്റെ ഭാഗമാകുന്നു. നമ്മുടെ കാരണവന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികൾ നിരന്തരമായി മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അപ്പനും അമ്മയും കൂട്ടി വളർത്താത്തതിൻ്റെ കാരണമല്ലേ എന്ന് വിശേഷിപ്പിക്കാറില്ലേ? പൗലോസ്ലീഹ കൊറിന്തോസിൽ എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നിങ്ങളിൽ പിതാക്കന്മാർ അധികമില്ല എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഇടയിൽ പിതാക്കന്മാരുണ്ടോ അതോ ജനകന്മാർ മാത്രമാണോ? ജനിപ്പിക്കുന്നവർ മാത്രമാണോ അതോ സംരക്ഷിക്കുന്നവരാണോ കൂടുതലെന്ന് ആത്മശോധന ചെയ്യേണ്ട ദിവസമാണ് വിശുദ്ധ യൂസേപ്പ് പിതാവിൻ്റെ ഈ തിരുനാൾ ദിവസം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ മോശ ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. അവർക്ക് കൽപ്പനകൾ ലഭിച്ചു. അവർക്ക് അവരുടെ രക്ഷാകരമായിട്ടുള്ള ജീവിതത്തിൽ
അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഉള്ള യാത്ര, അവർക്ക് അപകടങ്ങളും രോഗങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ ദൈവം പരിപാലിച്ചതിൻ്റെ കഥകൾ, അനുഭവങ്ങൾ എല്ലാം മോശ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മോശ അവരോട് പറയുന്നത്, ഇത് അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം, അവരെ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം, അവരോട് അനുസരിക്കാൻ പറയണം, അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് മോശ പറയുന്ന കാര്യങ്ങൾ ഓരോ വാക്കും ശ്രദ്ധേയമാണ്. മക്കളോട് പറയേണ്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതെങ്ങനെയാണ്? ശ്രദ്ധാപൂർവം, കൃത്യതയോടെ, ആവർത്തിച്ച്, സ്വാഭാവികതയോടെ, വ്യക്തിപരമായി. ഇതാണ് മോശ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചും സ്വാഭാവികമായും ആവർത്തിച്ചും കൃത്യതയോടെ പറയേണ്ട കാര്യങ്ങളുണ്ട്. അത് വിശ്വാസപരമായ കാര്യങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ പിതാക്കന്മാർ ചെറുപ്രായം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികളോട് ചേർന്നിരുന്ന് വിശദീകരിച്ചു പറയേണ്ടതുണ്ട് എന്നാണല്ലോ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വിശദീകരിച്ചു പറയേണ്ടതുണ്ട്. വിശ്വാസപരമായ ധാർമ്മികപരമായ കാര്യങ്ങൾ വർണ്ണിച്ച് കേൾപ്പിക്കേണ്ടതുണ്ട്. അത് ഒരമ്മയുടെ മാത്രം ചുമതലയല്ല, പിതാക്കന്മാരുടെയും ചുമതലയാണ്. വിശുദ്ധ യൗസേപ്പ് മറിയത്തോടും ഉണ്ണിയേശുവിനോടും ആ കടമ നിർവഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ഈശോ വളരാൻ കാരണം. അതൊരു വളർത്തുപിതാവെന്ന നിലയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് കൂടെ നിന്ന്, കൂടെ നടന്ന് അതെല്ലാം മനസ്സിലാക്കി അത് പറഞ്ഞുകൊടുത്തിരുന്നു, വർണ്ണിച്ചു കേൾപ്പിച്ചിരുന്നു എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈശോയെക്കുറിച്ച്, ഈശോയുടെ ശൈശവകാലത്തെക്കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം, ശൈശവത്തിൽ തന്നെ ഈ വഴികൾ അവരെ പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് അവർ വ്യതിചലിക്കുകയില്ല. അപ്പോൾ ശൈശവത്തിൽ തന്നെ പിതാക്കന്മാർ എന്ന നിലയിൽ ഈ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, ധാർമ്മികപരമായ കാര്യങ്ങൾ, മനുഷ്യസഹജമായ കാര്യങ്ങൾ മക്കളെ പറയുകയും പഠിപ്പിക്കുകയും അവരുടെ മുന്നിൽ നല്ല ജീവിത മാതൃകകളായിട്ട് നിലകൊള്ളുകയും ചെയ്യുക. വിശുദ്ധ യൗസേപ്പ് പിതാവ് നല്ല ഒരു ഭർത്താവായിരുന്നു എന്നതിൻ്റെ കാരണങ്ങളിലൊന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വികാരത്തിനോ ഇഷ്ടത്തിനോ തോന്നലുകൾക്കോ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. വികാരത്തിന് അദ്ദേഹം അടിമപ്പെട്ടില്ല, അദ്ദേഹത്തിൻ്റെ തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തേക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷത്തെ നമ്മൾ വായിച്ചു കേട്ടത്, ന്യായമായും നിയമപരമായും ഒരു ഭാര്യയെ ഉപേക്ഷിക്കാവുന്നിടത്ത്, പരിശുദ്ധ കന്യകാമറിയത്തെ ഉപേക്ഷിക്കാവുന്നിടത്ത് സാവധാനത്തിൽ ആലോചിക്കുകയാണ്. എങ്ങനെയാണ് തൻ്റെ ഭാര്യയ്ക്കൊരു അപമാനം വരുത്താത്ത വിധത്തിൽ എങ്ങനെ ഉപേക്ഷിക്കാമെന്ന് കരുതുന്നു, ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസ്വരം കേൾക്കുന്നു. ഇത് ദൈവഹിതമാണ് എന്നുള്ളത് വിശുദ്ധ യൗസേപ്പ് തിരിച്ചറിയുകയാണ്. യൗസേപ്പിൻ്റെ ഒരു വികാരം വ്യത്യസ്തമായിരുന്നല്ലോ, നാട്ടുനടപ്പ് വ്യത്യസ്തമായിരുന്നല്ലോ. അപ്പോൾ യൗസേപ്പ് പിതാവ് ഈ വികാരത്തിനടിപ്പെട്ടില്ല, ഈ നാട്ടുനടപ്പിന്, ഈ ഇഷ്ടങ്ങൾക്ക്, തൻ്റെ താല്പര്യങ്ങൾക്ക് അദ്ദേഹം അതിനോടായിരുന്നില്ല പ്രതികരിക്കുന്നത്. മറിച്ച് ദൈവിക സ്വരം കേൾക്കാൻ കാത്തുനിന്നു. നിദ്രയിൽ നിന്നുണർന്ന് കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഇതാണ് യൗസേപ്പ് പിതാവ്. ഇതായിരിക്കണം എല്ലാ പിതാക്കന്മാരും, എല്ലാ അപ്പന്മാരും, എല്ലാ ഭർത്താക്കന്മാരുടെ മുന്നിലുള്ള ഒരു നല്ല ചിത്രം, യൗസേപ്പിൻ്റെ ചിത്രം. വികാരത്തിനും ഇഷ്ടങ്ങൾക്കും അടിപ്പെടാതെ വിവേകത്തോടും വിശുദ്ധിയോടും കൂടി കുടുംബജീവിതത്തിൽ
മാതാപിതാക്കളുടെയും മക്കളുടെയും ഭാര്യമാരുടെ മുന്നിലും വർത്തിക്കുക. ദാവീദ് ദൈവസ്നേഹത്തെയും കരുണയെയും സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് ആ അനുഭവമാണ് സങ്കീർത്തനത്തിലൂടെ നൽകിയിട്ടുള്ളത്. 23-ാം സങ്കീർത്തനം അതിമനോഹരമായിട്ട് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച്, അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച്, അവിടുത്തെ സംരക്ഷണത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആ വാക്യങ്ങളൊക്കെ. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹം, കരുതൽ, കരുണ, മാതൃക, ത്യാഗം ഇവ കണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഒരു സങ്കീർത്തനം രചിക്കാൻ സാധിക്കുമോ? ആത്മശോധന ചെയ്യുക. ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ നല്ല ഇടയനും സുഹൃത്തും വഴികാട്ടിയുമാണ്. ഞങ്ങളുടെ വിശ്വാസ ധാർമ്മിക കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധാലുവാണ്. അങ്ങനെ പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് ഞങ്ങളെ മേയിക്കുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും നയിക്കുന്നു. ഞങ്ങളോടൊത്ത് ഭക്ഷണം കഴിക്കുന്നു, ഉല്ലസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപദേശം തരുന്നു, തിരുത്തുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. തോൽവികളും പരാജയങ്ങളും വിഷമങ്ങളും മക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോടുകൂടെ ഉണ്ട്. അപ്പൻ്റെ വലതുകരം ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പാകുന്നു. ഇതുപോലെ അനേക കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കൾക്കൊരു സങ്കീർത്തനം പോലെ എഴുതുവാൻ സാധിക്കുമോ? നമ്മുടെ എല്ലാം കുടുംബത്തിൽ നല്ല നല്ല പിതാക്കന്മാർ തീർച്ചയായിട്ടുമുണ്ട്. അതൊക്കെയും അനുഭവിക്കുന്നവർ കൂടിയാണ് നമ്മൾ. എന്നിരുന്നാലും അല്ലാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായി പരാമർശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ കുടുംബത്തിലും സഭയിലും നല്ല പിതാക്കന്മാർ അവരുടെ സ്വഭാവശുദ്ധി, അവരുടെ വിശുദ്ധി, അവരുടെ വിശ്വാസം ഒരു സാംക്രമിക രോഗം പോലെ, ഒരു വൈറസ് പോലെ വ്യാപിക്കേണ്ടതുണ്ട്, പടരേണ്ടതുണ്ട്. അപ്പോൾ ഈ കോവിഡ് കാലം സമൂഹ വ്യാപനത്തെക്കുറിച്ചും പടരുന്നതിൻ്റെ കാര്യങ്ങളുമൊക്കെ നമുക്ക് വ്യക്തമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പടരേണ്ടതുണ്ട്, നമ്മുടെ വിശുദ്ധി സമൂഹത്തിൽ വ്യാപിക്കേണ്ടതുണ്ട്, സമൂഹ വ്യാപനം നടക്കേണ്ടതുണ്ട്. വിശുദ്ധിയുടെ ഒരു സമൂഹ വ്യാപനം അതാരിലൂടെയാണ് കൂടുതലായി ഉണ്ടാവേണ്ടത് എന്ന് ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാതാപിതാക്കളിലൂടെയാണ്. ഇന്ന് പ്രത്യേകം പിതാക്കന്മാരിലൂടെ ഈ വിശുദ്ധിയും ഈ വിശ്വാസവും ഒരു സമൂഹ വ്യാപനം പോലെ ഉണ്ടാവുക. അതിന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം നമുക്കേവർക്കും തുണയായിരിക്കട്ടെ. എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നല്ല വിശുദ്ധമായ വിശ്വാസമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ, ആ കുടുംബജീവിതത്തിലെ നല്ല മക്കളായിട്ട് തീരാൻ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാവട്ടെ. അതിനുള്ള മധ്യസ്ഥം വിശുദ്ധ യൗസേപ്പ് പിതാവിലൂടെ നമുക്ക് ലഭിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായെ, തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിൻ്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മാർ യൗസേപ്പ് പിതാവിനെ പോലെ
വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. തിരുക്കുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ ഞങ്ങളുടെ തൊഴിലിനോട് വിശ്വസ്തത പുലർത്തുവാനും അതിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പിൻ്റെ മധ്യസ്ഥതയാൽ സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും സഭാതനയരായവർക്കെല്ലാവർക്കും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റെമിജിയോസ് മെത്രാനെയും മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ മാർ യോസേപ്പിൻ്റെ സംരക്ഷണയിൽ വളർന്ന ഈശോയെ അനുസരണത്തിനും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വളർത്തുപിതാവിനെ പോലെ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധി വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയവുസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം.
യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ.
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനം ധന്യൻ ഉന്നത നീതിയിലോശാന ഓശാന. കർത്താവായ
ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിനു വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ആമേൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയിലെ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദികന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനികളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചിരുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. യഥാവേളിവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. പകർച്ചവ്യാധിയും യുദ്ധങ്ങളും ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിത്രിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിമാന്റെ സ്മരണ എന്നും നിലനിൽക്കും. ഈശോ മിശിഹാ തൻ
മകനാം താതാ ധന്യൻ യോസേപ്പേ ഈശോതൻ തിരുബാല്യത്തിൽ സംരക്ഷിച്ചു നീ അതുപോൽ കരുണയോടെന്നും കാക്കണമേ മണ്ണിൽ നിത്യം ഞങ്ങളെയും മഹിതം നിൻ കനിവിൻ പ്രാർത്ഥനയാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ എൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നീതിമാനായ വിശുദ്ധ യോസേപ്പിന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. നമുക്ക് അനവരതം സ്തുതികീർത്തനങ്ങൾ ആലപിക്കാം. സന്തോഷപൂർവ്വം നമുക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരോടത്തെ കാണിക്കുന്ന എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പേ, അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്തട്ടെ. ഞങ്ങളെല്ലാവരും കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
മനുഷ്യവർഗത്തിന് പ്രത്യാശയായ ഞങ്ങൾ ഭക്ഷിച്ച അതിരി ശരീരവും പാനം ചെയ്തതിൻ്റെ രക്തവും ശാബ്ദി കാരണമാകാതെ കടങ്ങളുടെ വൃത്തിക്കും പാകണ്ട മോദനത്തിനും നിന്റെ സന്നിധി സന്തോഷം ദാനമാകട്ടെ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തിവിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനം ഏകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യക സുതനേശുവേ, ദാസന്റേതുപോൽ സൃഷ്ടാവിന്റെയും സാദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോർ നിന്റെ മാംസനീളങ്ങളാൽ പാപമോചനം നേടി ധന്യരായി. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ നിവാദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഓർമ്മയാചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവൻ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. മാലകനാം യോസേപ്പിൻ മധ്യസ്ഥതയാൽ ഭവനങ്ങൾ ശോഭിതമായി തീരട്ടെ. തിരുഭവനത്തിൻ മാതൃകയിൽ അനുദിന ജീവിത പാതകളിൽ നീതിയോടെന്നും മുന്നേറാൻ നൽവരദാനം നൽകട്ടെ. താതൻ മാനവരഖിലർക്കും ആമേൻ. പ്രാർത്ഥനയാലെ ദൈവേഷ്ടം നിറവേറ്റാൻ വരമേകട്ടെ. ക്ലേശങ്ങളില മാതൃകയിൽ ശാന്തത നിങ്ങൾ തേടിടുവിൻ. നന്മരണം വഴിയായെന്നും വാനവരുത്തു വസിച്ചിടുവാൻ നാഥൻ നന്മകൾ ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.